ഒരുപാട് കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ് ഓഫറുണ്ടോ എന്നുള്ളത്. ഓഫർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണോ ഈ ഓഫർ ഇട്ട് തരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സെല്ലിങ് ചെയ്യണത്. നമുക്ക് ഈ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതിൽ മുഖ്യ ഘടകമാണ് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ എടുത്തിട്ട് റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഓഫർ ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യാം. ഒരേ മെറ്റീരിയലിനെ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഇന്നോവേഷൻ ഡിസംബറിൽ കഴിഞ്ഞു, നമ്മൾ ഏകദേശം 1,20,000 ബോക്സ് മെറ്റീരിയൽ നമ്മൾ സപ്ലൈ ചെയ്ത് ഏകദേശം 18 ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ നമ്മൾ ആ ഓഫർ ഇട്ട് സെയിൽ ചെയ്ത് ഒരു ബോക്സ് ടൈൽ പോലും നമുക്ക് റിട്ടേൺ വന്നിട്ടില്ല. നമ്മൾ അത്രയും ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ, കൊണ്ടുപോയ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും കസ്റ്റമർ കൊണ്ടുപോകാതിരിക്കില്ല. അവർക്ക് അത്രയും ഉറപ്പ് നമുക്ക് പറയാം. കാരണം അത്രയും ക്വാളിറ്റിയിലെ മെറ്റീരിയൽ നല്ല റേറ്റിന് നമ്മൾ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഓഫർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. മറ്റുള്ള ഓഫറിൽ നിന്ന് വിട്ട് നിൽക്കലാണ് ബുദ്ധി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.